മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്ക് അത്ര നല്ല കാലമല്ലെന്നാണ് തോന്നുന്നത്. മന്ത്രിയായ ശേഷം ഒരു പിടി വിവാദങ്ങളാണ് ബിന്ദു കൃഷ്ണയെ പിടികൂടിയത്. മന്ത്രിസ്ഥാനത്തേക്ക് ബിന്ദു കൃഷ്ണ കയറി വന്നത് തന്നെ മിൽമ പാൽവില വർധനയുടെ കൂടെയാണ്. മുൻ സർക്കാരിൻ്റെ തീരുമാനമാണെങ്കിലും അതിൻ്റെ പഴി മുഴുവൻ കേൾക്കേണ്ടി വന്നു. പലപ്പോഴും അതിനെക്കുറിച്ച് വിശദീകരണം നടത്തേണ്ടി വന്നു. കാരണം LDF സർക്കാരിൻ്റെ അവസാന കാലത്തെടുത്ത തീരുമാനമായിരുന്നു മിൽമ പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും വില വർദ്ധിപ്പിക്കുക എന്നത്. നിർഭാഗ്യവശാൽ ഈ സർക്കാർ അധികാരത്തിലേറി മന്ത്രി ബിന്ദു കൃഷ്ണ അധികാരത്തിലേക്ക് വന്നതിന് തൊട്ടു പിന്നാലെയാണ് അത് നടപ്പിലായത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം ബിന്ദു കൃഷ്ണയ്ക്ക് ചുമലിലേക്ക് വന്നു. അതവർക്ക് വലിയ രീതിയിൽ വിശദീകരിക്കേണ്ടി വരികയും ചെയ്തു. അതിനുശേഷം വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതും താണുവണങ്ങി നിന്ന് അനുഗ്രഹം വാങ്ങിയതും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിവാദമായി മാറി. ശക്തമായ വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഏറ്റുവാങ്ങേണ്ടി വന്നു. പാർട്ടിയെയും സർക്കാരിനെയും ആ ഒരു നീക്കം പ്രതിരോധത്തിലാക്കി. പ്രതിപക്ഷം ശക്തമായ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നതിന് അത് കാരണമായ കാര്യം, UDF പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായ വിമർശനം, പ്രത്യേകിച്ചും വർഗീയ പ്രസ്താവനകൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുക കൂടി ചെയ്തിരുന്നു. അത്തരത്തിൽ വെള്ളാപ്പള്ളിക്കെതിരായിട്ടുള്ള UDFന്റെ പോരാട്ടത്തിന്റെ ഫലം കൂടിയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഫലം. അതുകൊണ്ട് പിന്നീട് അതിനുശേഷം അധികാരത്തിൽ വന്നതിന് പിന്നാലെ ആ വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹം എന്തിന് ബിന്ദു കൃഷ്ണ വാങ്ങാൻ പോയി എന്ന ശക്തമായ ചോദ്യമാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ ഉയർത്തിയത്. അതിന് പിന്നാലെ പേഴ്സണൽ സ്റ്റാഫിൽ BJP പ്രവർത്തകനെ നിയമിച്ചെന്ന വാർത്ത വന്നു. അതും ചെറുതല്ലാത്ത ക്ഷീണമുണ്ടാക്കി. അതിലും വലിയ രീതിയിൽ വിശദീകരണവുമായിട്ട് രംഗത്തിറങ്ങേണ്ട ഒരു ബാധ്യത ബിന്ദു കൃഷ്ണയ്ക്ക് ഉണ്ടായി. അത് കഴിഞ്ഞാൽ പിന്നീട് മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിന്റെ കാലത്ത് അങ്കണവാടികളിൽ ബിരിയാണി വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ വീഡിയോ അത് വലിയ വൈറലായിരുന്നു. ബിർനാനി വേണം എന്നാണ് ആ കുട്ടി അന്ന് ആവശ്യപ്പെട്ടത്. ആ ആവശ്യത്തിന് പിന്നാലെ, ആ വീഡിയോ വൈറലായതിന് പിന്നാലെ സർക്കാർ ഇടപെടുകയും സംസ്ഥാനത്തെ അംഗൻവാടികളിലെല്ലാം കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയും അത് നടപ്പിലാക്കുകയും ഒക്കെ തന്നെ ചെയ്തു. മന്ത്രി ബിന്ദു കൃഷ്ണ അധികാരത്തിലേറ്റ ശേഷം അതുമായി ബന്ധപ്പെട്ട് ഈ അംഗൻവാടികളിലെ ബിരിയാണി വിതരണത്തെക്കുറിച്ച് ഒരു ചോദ്യം ഉയർന്നു. അപ്പോൾ ബിന്ദു കൃഷ്ണ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിനിടെ പറഞ്ഞത്, ആ കുട്ടി, അന്ന് ആ ബിർനാനി വേണമെന്ന് ആവശ്യപ്പെട്ട കുട്ടി കൊല്ലത്തെ മഹിളാ കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിട്ടുള്ള രാധാമണി ചേച്ചിയുടെ, ഞങ്ങളുടെ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാണ് എന്നാണ് മന്ത്രി എന്ന വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടത്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ഈ കുട്ടി ആ അവകാശവാദം തള്ളിക്കൊണ്ട് രംഗത്ത് വന്നു. ഫേസ്ബുക്കിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ഞാൻ രാധാമണി ചേച്ചിയുടെ കൊച്ചുമകനൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി ആ വീഡിയോയിൽ വന്നത്. ഇതും മന്ത്രിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. സോഷ്യൽ മീഡിയ ഉൾപ്പെടെ വലിയ രീതിയിൽ ട്രോള് ഏറ്റുവാങ്ങേണ്ടി വന്നു. മന്ത്രി വലിയ രീതിയിൽ നാണം കെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് നടന്ന പ്രിയദർശിനി സൗജന്യ യാത്രയുടെ കൊല്ലത്തെ ജില്ലാതല ഉദ്ഘാടനത്തിലും മന്ത്രി വാർത്തകളിൽ അങ്ങനെ നിറയുകയാണ്. അത് മന്ത്രിയെ സംബന്ധിച്ച് അത്ര നല്ല വാർത്തയല്ല. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന മന്ത്രിയുടെ തലയിൽ ചൂട് പായസം വീണ ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മന്ത്രി സീറ്റിലിരിക്കുകയാണ്. ബസ്സിൽ തിങ്ങി നിറഞ്ഞ പ്രവർത്തകരുമുണ്ട്. അവർ മുദ്രാവാക്യം വിളിക്കുന്നതിനിടെ കൈതട്ടി പായസം മന്ത്രിയുടെ തലയിലേക്ക് തന്നെ വീണു. ഉടനെ മന്ത്രി ചാടി എണ്ണീറ്റ് ദേഷ്യപ്പെടുന്നതും കൂടെ നിൽക്കുന്ന പ്രവർത്തകര് മന്ത്രിയെ ശാന്തയാക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് കാണാം. എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ചാറില്ല